അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കുകയാണ്. But you shall receive power when the Holy Spirit has come upon you, and you shall be witness to me in Jerusalem and in all Judea and Samaria and to the end of the earth. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലെ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികൾ ആകും. ഓക്കെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചുമൊക്കെ ധാരാളമായി നമ്മളിൽ പലരും കേട്ടിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് എന്നുള്ളത് കേവലം ഒരു കേൾവിയല്ല, അത് വ്യക്തിപരമായ നമ്മളുടെ അനുഭവമാണ്. വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുഭവിക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുകയായിരുന്നു. എത്ര പേർ എന്നെ ശ്രദ്ധിക്കുന്നു? നിങ്ങൾ എത്ര പേർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പേഴ്സണലി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്? നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെയും അനുഭവമാക്കുവാൻ കഴിയാതെ പോയവരാണ് പലപ്പോഴും അതെന്തെന്നറിയാതെ ആശങ്കപ്പെടുന്നതും തെറ്റിദ്ധരിക്കുന്നതും വിമർശിക്കുന്നതും അതെന്തുവാണെന്ന് മനസ്സിലാക്കാതെ മാറി നിന്ന് അതിനെതിരായി എന്തും സംസാരിക്കുന്നത്. എന്നാൽ ഞാൻ സ്നേഹത്തോടെ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഇപ്പോൾ വായിച്ച വാക്യത്തിൽ ഒരു വാക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ. ഇപ്പോൾ ഈ വാച്ച് ചെയ്യുന്നവർ, നിങ്ങളിത് എഴുതിയെടുക്കുന്നവരുണ്ടാകും. ഈ ഒരു വാക്ക്, ഈ ഒരു പദപ്രയോഗം ബൈബിളിൽ പലയിടത്തും ഇന്ന് ഒരുപക്ഷെ ഞാൻ വായിപ്പിക്കുന്ന പല വാക്യങ്ങൾക്കകത്തും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഏതാണ്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ. നിങ്ങളുടെ മേൽ വരുമ്പോൾ. Are you listening me inside the church? Yes. Hallelujah. Hallelujah. Thank you, Holy Spirit. Amen. Thank you, Holy Spirit. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യകതയും ക്രിസ്തീയ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അനിവാര്യതയും എത്ര അധികമെന്ന്, അതിൻ്റെ ആഴം എത്ര ശക്തമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഈ ഭൂമിയിൽ നമുക്ക് സകലത്തിലും മാതൃകയായ സകലതും നമുക്ക് കാണിച്ചു തന്ന, ഒരു പരിധിവരെ സകലതും നമുക്ക് പഠിപ്പിച്ചു തന്ന നമ്മുടെ യേശു കർത്താവിനെ നോക്കിയാൽ മാത്രം മതി. കാരണം ബൈബിൾ പറയുന്നു, യേശു ചെയ്തത് മറ്റു പലതുമുണ്ട്. അതെല്ലാം കൂടെ എഴുതിയാൽ ഈ ലോകത്തിലെ ഒരു പുസ്തകങ്ങളിലും അത് എഴുതി തീർക്കാൻ കഴിയുന്നില്ല. മുഴുവനും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ കിട്ടിയതിനകത്തുനിന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമാകുന്ന യേശുവിനെ നോക്കി നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക. നിങ്ങൾ നോക്കേണ്ടത് മനുഷ്യരിലല്ല, നിങ്ങൾ നോക്കേണ്ടത് ഫേസ്ബുക്കുകളിലല്ല, നിങ്ങൾ അന്വേഷിക്കേണ്ടത് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലുമല്ല, നിങ്ങൾ നോക്കേണ്ടത് മനുഷ്യന്റെ ആർഗ്യുമെന്റേഷനിലും കമന്റ് ബോക്സുകളിലുമല്ല. നിങ്ങൾ നോക്കേണ്ടത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമാകുന്ന യേശുവിലേക്കാണ്. ഫിക്സിംഗ് അവർ ഐസ് ഓൺ ജീസസ്. യു ഫിക്സ് ഇറ്റ് യുവർ ഐസ് ഓൺ ജീസസ്. നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ ക്രിസ്തുവിൽ ഉറപ്പിക്കുക. അതുകൊണ്ടാണ് എബ്രായർ 3:1 പറയുന്നത്, വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും ശ്രേഷ്ഠ മഹാപുരോഹിതനുമാകുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. എബ്രായർ 12:1 പറയുന്നു, യേശുവിനെ നോക്കുക. എബ്രായർ 13:1 എഴുതിയിരിക്കുന്നു, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക.
നിങ്ങൾ യേശുവിനെ നോക്കിയാൽ തൻ്റെ വചനത്തിലൂടെ തൻ്റെ പ്രവർത്തികളെയും പ്രവർത്തനങ്ങളെയും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം ഭയങ്കര വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധാത്മാവിനെ കൂടാതെ ഈ ഭൂമിയിൽ ഒരു ശുശ്രൂഷയും ചെയ്യാൻ, ഒരു പ്രവൃത്തിയും ചെയ്യാൻ നോട്ട് പോസിബിൾ ഇൻ ദ ക്രിസ്ത്യൻ ലൈഫ്. നോട്ട് പോസിബിൾ. പരിശുദ്ധാത്മാവിനെ കൂടാതെ ക്രിസ്തീയ ജീവിതം സാധ്യമല്ല എന്ന് നമുക്ക് വ്യക്തമാക്കുവാൻ യേശുവിന്റെ ലൈഫ് മാത്രം നോക്കിയാൽ മതി. Our Lord Jesus is waited 30 years for what? 30 വർഷം ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി യേശു വെയിറ്റ് ചെയ്തു. ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായം 21, 22, 23 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശു സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. 22-ാം വാക്യം, പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്നതുപോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു, യേശുവിന്റെ മേൽ ഇറങ്ങി വന്നു. തൊട്ടു താഴെയുള്ള വാക്യത്തിൽ നാം കാണുന്നു, അവൻ തന്റെ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. യേശു തന്റെ പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുൻപ്, തന്റെ മിനിസ്ട്രി, പിതാവ് തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ യേശു തുടങ്ങുന്നതിന് മുൻപ് തന്റെ മേളിൽ പരിശുദ്ധാത്മാവ് വരാതെ, പരിശുദ്ധാത്മാവിനെ കൂടാതെ യേശു ആ പ്രവൃത്തി ആരംഭിക്കുന്നില്ല. പരിശുദ്ധാത്മാവിനെ കൂടാതെ ക്രിസ്തീയ ജീവിതത്തിൽ, ആത്മീക ശുശ്രൂഷയിൽ ഒരു പ്രവൃത്തിയും നമുക്ക് ചെയ്യുവാൻ കഴിയുകയില്ല. ലൂക്കോസ് 4:1 വരുമ്പോൾ ബൈബിൾ പറയുന്നു, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി, ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. നമ്മളിപ്പോൾ വായിച്ച വാക്യത്തിൽ ലൂക്കോസ് സുവിശേഷം 3:21, 22 പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ അവന്റെ മേലിറങ്ങി വന്നു. ഞാൻ അതാണ് ആദ്യം പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയയിലും നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷിയാകുമെന്ന വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഈ മേൽ എന്ന ആ വാക്ക്, പദപ്രയോഗം, ആ സംഭവം ഒത്തിരി സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇതാ പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ വന്നു. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. ഞാൻ ഇന്ന് ഈ സൂമിൽ എന്നെ കാണുന്ന, ഓൺലൈനിൽ എന്നെ കാണുന്ന, ഇപ്പോൾ ചർച്ചിലും എന്നോടൊപ്പം എൻ്റെ ഒത്തിരി സഹോദരങ്ങളായിരിക്കുന്നു. നിങ്ങളോടെല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ യേശുവിനെ അനുഗമിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ യേശുവിനെ ആരാധിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ യേശുവിന്റെ വചനം പ്രമാണിക്കുന്നവരാണെങ്കിൽ, യേശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതുപോലെ നിങ്ങളും പരിശുദ്ധാത്മാവിൽ നിറയുക. പരിശുദ്ധാത്മാവിൽ നിറയുക. ഹല്ലേലൂയ. ലൂക്കോസ് 4:13-14 വാക്യത്തിലേക്ക് വരുമ്പോൾ, അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. യേശു ആത്മാവിന്റെ you can read it, pastor. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. The Gospel of Luke chapter 4:1, the Bible says full of the Holy Spirit. Word 14 says the power of the Holy Spirit. Hallelujah. We can see there different levels of the Holy Spirit. Amen. Yes. Fullness, power. Amen. Thank you, Holy Spirit. Hallelujah. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് ചെന്നു. ആ ശക്തി ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. That is dunamis power. ഈ ലോകത്തിലുള്ള എല്ലാ ശക്തിയേക്കാളും ഏറ്റവും വലിയ ശക്തിയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. പരിശുദ്ധാത്മാവെന്ന
ആ ശക്തിയോട് തുലനം ചെയ്യുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തികളുമില്ല. The greatest power in this world is the power of the Holy Spirit. Hallelujah. Hallelujah. Amen. Yes. Yes. Hallelujah. Hallelujah. Thank you, Jesus. യേശു ഈ ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് ചെന്നു എന്ന് എഴുതിയിരിക്കുമ്പോൾ the Gospel of Luke chapter 4 verse 18 and 19, ലൂക്കോസ് 4:18-19 വാക്യത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്, യേശു ആ ദൈവാലയത്തിൽ, പള്ളിയിൽ, ചർച്ചിൽ ചെന്ന് നിന്നിട്ട് പുസ്തകം തുറന്ന് യേശു വായിക്കുകയാണ് ആ പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയ ആ പ്രവചന ശബ്ദത്തെ. ആ പ്രവചന ശബ്ദത്തെ, പ്രവചനത്തിന്റെ ചുരുളുകൾ തുറന്ന് വായിച്ച ശേഷം he declared himself. Yes. Who is he? He declared himself. Who is he? അവൻ പ്രഖ്യാപിക്കുകയാണ് അവൻ ആര് എന്നുള്ളത്. Amen. ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. Hallelujah. Hallelujah. You read it 3 times now. എന്റെ മേലുണ്ട്. Amen. Hallelujah. Hallelujah. Thank you, Holy Spirit. Thank you, Holy Spirit. Yes. The Spirit of the Lord is upon me Amen. because He has anointed me to preach the gospel to the poor. Amen. That is very important. But the Spirit of the Lord is upon me. Hallelujah. Hallelujah. Let us say, everyone, the Spirit of the Lord is upon me. Spirit of the Lord is upon me. He is inside me. Inside me. Hallelujah. That is my confidence. That is my courage. Amen. Hallelujah. That is my strength. Amen. എന്റെ ശക്തി, എന്റെ courage, എന്റെ കോൺഫിഡൻസ്, ഇതെല്ലാം നിൽക്കുന്നത് ഒറ്റ കാര്യത്തിലാ. Hallelujah. അവന്റെ ആത്മാവ് എന്റെ മേളിൽ ഉണ്ട്. Amen. Amen. Yes. Thank you, Holy Spirit. Thank you, Jesus. Thank you, Holy Spirit. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കാനും പീഡിതന്മാരെ വിടുവിച്ച് അയക്കാനും. The Bible says the Lord anointed Jesus. സർവശക്തനാകുന്ന ദൈവം യേശുവിനെ അഭിഷേകം ചെയ്തു. The anointing is very precious. Amen. Amen. How many people will type it now in the live chat? The anointing of Lord is precious. Amen. The anointing is precious. God's anointing is precious. അഭിഷേകം ഏറ്റവും വിലപ്പെട്ടതാണ്. Amen. Amen. വാ തുറന്ന് പറഞ്ഞ അഭിഷേകം വിലപ്പെട്ടതാണ്. Anointing is very precious. Anointing is very precious. യേശു പറയുന്നു, സുവിശേഷം അറിയിപ്പാൻ അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പം സുവിശേഷം അറിയിക്കുവാൻ അഭിഷേകം വേണം. Yes. Hallelujah. The second thing, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കുവാൻ. എന്തായിരുന്നു യേശുവിന്റെ സന്ദേശം? Absolutely, there is a deliverance message. Yes. Yes. All his message is related to the deliverance and Amen. freedom. Amen. Amen. യേശുവിന്റെ സന്ദേശം മുഴുവൻ ആളുകളെ ഡെലിവർ ചെയ്യുന്നതായിരുന്നു. Yes. ജനത്തെ ഫ്രീ ആക്കുന്നതായിരുന്നു. Hallelujah. പാരമ്പര്യത്തിലും പരീശത്വത്തിലും ഒക്കെ പിടിക്കപ്പെട്ട് കിടന്ന പരീശത്വത്തിന്റെ, പാരമ്പര്യത്തിന്റെ, ന്യായപ്രമാണത്തിന്റെ അതിർവരമ്പുകൾക്കകത്ത് പെട്ടുപോയ ഒത്തിരി എണ്ണത്തെ യേശു വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നു. Yes, Pastor. Hallelujah. ന്യായപ്രമാണ സംബന്ധമായി ഒരിക്കലും കൂനയായ സ്ത്രീയെ ശബത്തിൽ സൗഖ്യമാക്കാൻ പാടില്ല. പക്ഷെ ശബത്ത് ദിവസത്തിൽ യേശു നിബന്ധനകളെ തകർത്തുകൊണ്ട് കൂനയായ സ്ത്രീയെ നിവർത്തി നിർത്തി. Amen. Hallelujah. Yes. Hallelujah. ഹല്ലേലൂയ. ഇന്ന് ഞാൻ കേൾക്കുന്ന കൂടുതൽ മെസ്സേജുകളും നിബന്ധനകളാണ്, ക്രിട്ടിസൈസിങ്ങുകളാണ്, വിമർശനങ്ങളാണ്. യേശുവിന്റെ മെസ്സേജുകളിൽ ഞാൻ വിമർശനങ്ങൾ കാണുന്നില്ല. യേശുവിന്റെ സന്ദേശങ്ങളിൽ
തന്റെ ശത്രുക്കളെ പോലും താൻ അപമാനിക്കുന്നത് ഞാൻ കാണുന്നില്ല. Yes, yes. യേശുവിന്റെ ആറ്റിറ്റ്യൂഡിൽ, യേശുവിന്റെ വാക്കുകളിൽ, യേശുവിന്റെ പെരുമാറ്റത്തിൽ ആരോടും അവൻ ശത്രുത്വം പുലർത്തുന്നതോ ആരോടും അവൻ എതിർക്കുന്നതോ ആരെയും അടിച്ചു താഴ്ത്താനോ ഇകഴ്ത്താനോ പുകഴ്ത്താനോ അവൻ ശ്രമിക്കുന്നതോ കാണുന്നില്ല. ഒറ്റ കാര്യമേ ഞാൻ കാണുന്നുള്ളൂ, അവൻ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നു. അവൻ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നു. Hallelujah. Amen. Thank you, Holy Spirit. He loves everyone, Pastor. Yes. He accepted everyone. Yes. Anyone can come to Jesus. Amen. There is no creed, there is no color, there is no religion, there is no barriers. Anyone can come to him. Amen. That is my Jesus. Yes. I don't know about your Jesus. I am preaching the real Jesus. Yes. Amen. Hallelujah. 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 Amen. Thank you, Holy Spirit. Hallelujah. Thank you, Holy Spirit. Amen. യേശുവിന്റെ അടുക്കൽ ആർക്കാ വരാൻ പറ്റാതിരുന്നേ? യേശു ആരെയാ അംഗീകരിക്കാതിരുന്നേ? യേശു ആരെയാ സ്നേഹിക്കാതിരുന്നേ? യേശു ആരെയാ ഉൾക്കൊള്ളാതിരുന്നേ? തന്നെ ക്രൂശിച്ചവരെ, തന്നെ അടിച്ചവരെ, കാർക്കിച്ചു മുഖത്ത് തുപ്പിയവരെ നോക്കിയിട്ടും യേശു പറഞ്ഞു, പിതാവേ, ഇവരെന്തുവാ ചെയ്യുന്നതെന്ന് ഇവർക്ക് അറിഞ്ഞൂടാ. You forgive them. നീ അവരോട് ക്ഷമിക്കണം. Yes, Master. Hallelujah. 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 Thank you, Holy Spirit. Thank you, Holy Spirit. യേശു പറയുന്നു, അവന്റെ ആത്മാവ് എന്റെ മേലിലുണ്ട്, അവന്റെ അഭിഷേകം എന്റെ മേലിലുണ്ട് Hallelujah. സുവിശേഷം പ്രസംഗിക്കുവാൻ, Hallelujah. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും ഉണ്ടാകുവാൻ. താങ്ക് യു ജീസസ്. ഇന്ന് എന്നെ ഓൺലൈനിൽ കാണുന്ന, സൂമിൽ എന്നെ കാണുന്ന, ചർച്ചിൽ എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഈ പരിശുദ്ധാത്മാവ്, സ്റ്റിൽ ദിസ് ഹോളി സ്പിരിറ്റ് ഈസ് വർക്കിംഗ്, സ്റ്റിൽ ദിസ് ഹോളി സ്പിരിറ്റ് ഈസ് അവൈലബിൾ, സ്റ്റിൽ ദിസ് ഹോളി സ്പിരിറ്റ് ഈസ് മൂവിംഗ്. Yes. Who believe the Spirit of the Lord will come upon you right now. Amen. 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 He will use you. Amen. He will use you Amen. to heal many people, to deliver many people. Amen. ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു, Amen. യേശുവിനെ പിതാവ് ഈ ഭൂമിയിൽ അഭിഷേകത്താൽ നിറച്ച് Amen. അന്ധന്മാരുടെ കണ്ണുകൾ തുറന്നതുപോലെ, ചെകിടന്മാരുടെ ചെവിയെ കേൾപ്പിച്ചതുപോലെ, ഊമരെ സംസാരിപ്പിച്ചതുപോലെ, മരിച്ചവരെ ഉയർപ്പിച്ചതുപോലെ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കിയതുപോലെ, നിങ്ങളിലൂടെയും ആയിരങ്ങളെ, പതിനായിരങ്ങളെ കർത്താവ് വിടുവിക്കട്ടെ, സൗഖ്യമാക്കട്ടെ. നിങ്ങളുടെ കരങ്ങളെ, നിങ്ങളുടെ ശബ്ദത്തെ, നിങ്ങളുടെ അധരങ്ങളെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കട്ടെ. Receive it in the name of Jesus. Hallelujah. Amen. Listen to me. Last day ഞാൻ UK-യിലായിരിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ സഹോദരൻ റോജിയും ഞങ്ങൾ ഒന്നിച്ച് ഒരു സ്ഥലത്തെ മീറ്റിംഗ് കഴിഞ്ഞ് രാത്രിയിൽ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുകയാണ്. ബിക്കോസ് അന്ന് രാത്രി നടന്ന മീറ്റിംഗ് അതൊരു അമേസിംഗ് സർവീസ് ആയിരുന്നു. My Jesus delivered many people. Hallelujah. Hallelujah. Many were healed, Hallelujah. delivered. Amen. Prophetic realm was very high that day. Hallelujah. ഞാൻ തിരിച്ചു വരുമ്പോൾ കർത്താവിന്റെ ആത്മാവിനോട് പറയുമായിരുന്നു, എന്തും ഞാൻ ക്ഷമിക്കും മോനെ, എന്തും ഞാൻ പൊറുക്കും, അഡൾട്ടറി ഞാൻ ക്ഷമിക്കും. നിന്റെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്ത് കുറവ് വന്നാലും ക്ഷമിക്കപ്പെടാത്ത ഒരു പാപവും ബൈബിളിലില്ല. പക്ഷെ ക്ഷമിക്കപ്പെടാത്ത ഒറ്റ പാപമേ ബൈബിളിലുള്ളൂ. Yes. Yes. ക്ഷമിക്കപ്പെടാത്ത ഒരു പാപവും ബൈബിളിലില്ല. യേശുവിന്റെ രക്തത്തിന് വിമോചിപ്പിക്കാൻ കഴിയാത്ത, യേശുവിന് വിടുവിക്കുവാൻ കഴിയാത്ത ഒരു ബന്ധനവുമില്ല, ഒരു പാപവുമില്ല. പക്ഷെ ഒരു പാപം ക്ഷമിക്കപ്പെടാത്തതാണ്. യേശു പറയുന്നു, പരിശുദ്ധാത്മാവിനെതിരെ, Yes. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾക്കെതിരെ ദൂഷണം പറയുന്നവനോട്,
പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളെ പരിഹസിക്കുന്നവരോട്, Yes. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾക്ക് എതിർ നിൽക്കുന്നവരോട് Yes. ഈ ലോകത്തിലും വരാനുള്ള ലോകത്തിലും ഞാൻ ഒരു നാളും ക്ഷമിക്കത്തില്ല എന്ന് ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ, ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം വ്യക്തമാക്കുകയാണ്. Amen. Amen. It is very dangerous. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുറവ് വന്നാൽ ദൈവം ക്ഷമിക്കും. അറിഞ്ഞുകൊണ്ട് മനഃപൂർവമായി പാപം ചെയ്യരുത്. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവമായി പാപം ചെയ്യുന്നവർക്ക് ഇനി ഒരു യാഗവും ശേഷിക്കായകയാൽ ന്യായവിധി മാത്രമേ ഉള്ളൂ. പക്ഷെ എങ്കിലും തമ്പുരാന്റെ സന്നിധിയിൽ അലറിക്കൂവിക്കൊണ്ട് കരയുന്ന, ലോർഡ് forgive me ലോർഡ്, എന്നോട് ക്ഷമിക്കണമേ, I never do this ലോർഡ്, ഇനി ഞാൻ ഇത് ചെയ്യില്ല കർത്താവേ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ യേശു ചവിട്ടിക്കളയത്തില്ല, അകറ്റിക്കളയത്തില്ല, തള്ളിക്കളയത്തില്ലെന്ന എന്റെ വിശ്വാസം. Hallelujah. പക്ഷെ ഒരിക്കലും ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് നിന്നിട്ട് ക്ഷമ പോലും ചോദിക്കാൻ പറ്റാത്ത, forgive me ലോർഡ് എന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു പാപം ബൈബിളിൽ ഉണ്ടെങ്കിൽ, എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് പരിശുദ്ധാത്മാവിനെതിരെ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾക്കെതിരെ നീ പറഞ്ഞ, നീ എഴുതിയ, നീ ചിന്തിച്ച, നീ വായിച്ച് രസിച്ച ആ വിഷയമാണ്. Yes. Yes. Yes, Pastor. Never. More than a pornography, that is dangerous. Never do. Never appreciate it. Never encourage it. ഇത് ഞാൻ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ കർത്താവിനോട് പറയുകയാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതുകൊണ്ടാണ് ദാവീദ് തമ്പുരാന്റെ കാൽക്കൽ വീണ് കരഞ്ഞു പറഞ്ഞത്, നിന്റെ പരിശുദ്ധാത്മാവിനെ നീ എന്നിൽ നിന്ന് എടുക്കരുത്. Because the Holy Spirit is very sensitive. He is a comforter. He is God. He is God. പരിശുദ്ധാത്മാവ് ആരാണ്? പരിശുദ്ധാത്മാവ് ദൈവമാണ്. Amen. Yes. യേശു പറഞ്ഞു ദൈവം ആത്മാവാണ്. Yes. Amen. Hallelujah. 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 You do it then. Children of God, I humbly request you. പരിശുദ്ധാത്മാവിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്നതോ എഴുതുന്നതോ നീ നോക്കരുത്, നീ വായിക്കരുത്. ഇത് വളരെ പ്രാഗൽഭ്യത്തോടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. Yes. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളിനെ ദൈവം ശ്രദ്ധിക്കുന്നു. Amen. ഇതിപ്പോൾ ഈ മൈക്കിലൂടെ ഇന്ന് ലൈവിൽ പറയുന്ന ആളിനെ കർത്താവ് ശ്രദ്ധിക്കുന്നു. ഞാൻ കള്ളമാ പറയുന്നെങ്കിൽ എനിക്കതിന്റെ ശിക്ഷ ഉണ്ടാകും. ഞാൻ നോക്കത്തില്ല, ഞാൻ അങ്ങനെയുള്ളത് വായിക്കത്തില്ല. ഐ നെവർ മൈൻഡ്. Yes. Yes. Amen. Yes, Pastor. Yes. എന്തുകൊണ്ട് പാസ്റ്റർ ടിനു ജോർജിനെ അല്പമെങ്കിലും ദൈവം ഉപയോഗിക്കുന്നു, ഇത്രയും ജനത്തിന്റെ വിടുതലിനായി, സൗഖ്യത്തിനായി പ്രയോജനപ്പെടുത്തുന്നു. ഈ ഞായറാഴ്ചയും ആ മനുഷ്യൻ സ്റ്റേജിൽ കയറിയപ്പോൾ അത്ഭുതങ്ങൾ നടന്നു ചോദിച്ചാൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഞാൻ ശ്രദ്ധിക്കില്ല, വായിക്കില്ല, അക്സെപ്റ്റ് ചെയ്യില്ല. Hallelujah. കാരണം എനിക്കറിയാം പരിശുദ്ധാത്മാവ് എന്റെ ചിന്തയ്ക്കും എന്റെ ബുദ്ധിക്കും എന്റെ പ്രവൃത്തിക്കും അപ്പുറമാണ്. I respect Holy Spirit. I am respecting Holy Spirit. I am respecting His power. I am respecting His presence. I am respecting the anointing. I am respecting the anointed servant of the Lord. Amen. Yes, Pastor. Hallelujah. Hallelujah. Praise God. Yes. More than a pornography, you are watching more than a pornography. That is dangerous. Yes. സിനിമ കണ്ടവൻ തെറ്റായി പോയി കണ്ടതെന്ന് ആത്മാവിൽ മനസ്സിലാക്കി ഏറ്റു പറഞ്ഞാൽ ദൈവം അവനോട് ക്ഷമിക്കും. Yes. Yes. പക്ഷെ പരിശുദ്ധാത്മാവിനെതിരെ വായിച്ച് രസിച്ചവനെ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ കളിയാക്കിയത് കണ്ട് ചിരിച്ചവനെ നെവർ 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 Yes.
Yes, Pastor. Yes, Pastor. Yes. Yes. Praise God. You block it, that page. Yes. You block it, that person. You unfriend it. Amen. Yes. Amen. That is a blessing for your life. Yes. ഇതൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയണം, മേലിൽ ഞാൻ പറഞ്ഞത് അങ്ങനെ പലരോടും ഇപ്പൊ വരാറില്ല. വന്ന അവൻ ബ്ലോക്ക്ഡാ. എന്റെ വാട്സാപ്പിൽ പിന്നെ അവന്റെ ഒരു മെസ്സേജും വരത്തില്ല. ബിക്കോസ് ഐ എം വെരി സീരിയസ്. Yes. ബിക്കോസ് ഹോളി സ്പിരിറ്റ് ഈസ് വെരി സെൻസിറ്റീവ്. Amen. Hallelujah. Yes. Yes. I love Holy Spirit. Yes. I love His work. Amen. Any anointed servants of the Lord watching me tonight, brother, pastor, prophet, I love you so much. Yes. I am saluting your anointing. Amen. 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 I love the anointed people. Yes. Amen. ഞാൻ എന്ത് വിശ്വസിക്കുന്നോ, Amen. ഞാൻ എന്ത് ആഗ്രഹിക്കുന്നോ, ഞാൻ എന്തിനെ സ്നേഹിക്കുന്നോ, അത് മാത്രമേ എന്റേതാകത്തുള്ളൂ. Yes. Yes, Pastor. Amen. Amen. Yes, Pastor. ഞാൻ വിമർശിക്കുന്നതൊന്നും എന്റെ ജീവിതത്തിൽ വരത്തില്ല പാസ്റ്റർ. Yes. Pastor. I am telling truth. Yes. യേശു പറഞ്ഞു, the Gospel of John chapter 7 verse 37, ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി ഒഴുകും. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്. Yes. ഹല്ലേലൂയ. Hallelujah. വിശ്വസിക്കുന്നവന്റെ അകത്ത് നിന്ന് ഇത് ഒഴുകും. Amen. 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 Hallelujah. In the coming days I'm going to teach about the impartation gift of the Holy Spirit. Amen. Hallelujah. Slaying in the spirit. Come on. Amen. Everything. Yes. Yes. Amen. Yes. Hallelujah. Hallelujah. ഒഴുകും. Amen. വിശ്വസിക്കുന്നവരിൽ നിന്ന് ഒഴുകും. Yes. നിങ്ങൾക്കറിയുമോ, ഏത് പുസ്തകത്തിൽ ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ ദാവീദ് എന്ന അഭിഷിക്തന് എതിരായി പ്രവർത്തിച്ചു. ദാവീദിനെ കാണുന്നത് തന്നെ ശൗലിന് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ബൈബിൾ പഠിച്ചാൽ നമുക്കറിയാം, ദാവീദ് ശൗലിന് ഒരു ദോഷവും ചെയ്തിട്ടില്ല. ബട്ട് സോൾ ഈസ് വെരി ഇറിറ്റേറ്റഡ്. പലപ്പോഴും ദാവീദിനെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്, കുന്തം എടുത്ത് എറിഞ്ഞിട്ടുണ്ട്. നോ റീസൺസ്. The reason is jealousy. Yes. നിങ്ങൾ മലയാളികൾ ആ വേർഡ് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെ, അസൂയ എന്ന വാക്ക്. ശൗലിന് ദാവീദിനോട് ഉണ്ടായിരുന്ന ഒരേ ഒരു പ്രശ്നം അതായിരുന്നു, ജലസി. പക്ഷെ നിങ്ങൾ ഇവിടെ ഒരു സത്യം മനസ്സിലാക്കണം. അതുല്ലാം ഗുഹയിൽ 400 വീരപുരുഷന്മാരുമായി ഇടം കൈകൊണ്ടും വലം കൈകൊണ്ടും എറിയുന്ന, ദാവീദിന് വേണ്ടി ചങ്കും നെറ്റിയും കൊടുത്തു നിൽക്കുന്ന 400 വീരപുരുഷന്മാരുമായി ദാവീദ് അതുല്ലാം ഗുഹയിൽ ഇരിക്കുമ്പോൾ ശൗൽ എങ്ങനെയോ ഈ സ്ഥലത്ത് എത്തിപ്പെട്ടപ്പോൾ ദാവീദിന്റെ കൂട്ടത്തിലുള്ളവർ ദാവീദിന് ഇൻഫർമേഷൻ കൊടുത്തു, നീ അറിഞ്ഞോ, നിന്നെ കൊല്ലാൻ നടക്കുന്ന ശൗൽ ഈ ഗുഹയ്ക്കകത്ത് വന്ന് കയറിയിട്ടുണ്ട്. ദിസ് ഇസ് എ ഗുഡ് ചാൻസ്, കിൽ ഹിം, ഡിസ്ട്രോയ് ഹിം, കൊന്നുകളവനെ, ഇനി വെച്ചോണ്ടിരിക്കണ്ട. ബിക്കോസ് അവൻ ഒരുത്തൻ കാരണമാണ് നമ്മൾ ഇതിനകത്ത് വന്ന് എല്ലാം കൂടെ ഇതിനകത്ത് ഇരിക്കുന്നത്. കൂടെ നിന്നവർ ഭയങ്കരമായിട്ട് ദാവീദിനെ എൻകറേജ് ചെയ്തു ശൗലിനെ തകർക്കാൻ. പക്ഷെ നമുക്കറിയാം, ദാവീദ് ഒരു കത്തിയുമായിട്ട് ചെന്ന് ശൗലിന്റെ വസ്ത്രാഗ്രം മുറിച്ച് തന്റെ കൂട്ടു സഹോദരങ്ങളുടെ അരികിൽ എത്തിയിട്ട് പറഞ്ഞു, ലുക്ക് അറ്റ് ദിസ്, ഈ വസ്ത്രാഗ്രം നിങ്ങൾ കണ്ടോ, ഇത് ശൗലിന്റെ വസ്ത്രത്തിന്റെ അഗ്രമാണ്. ഈ വസ്ത്രാഗ്രം എനിക്ക് മുറിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എനിക്ക് ശൗലിനെ കൊല്ലാമായിരുന്നു. പക്ഷെ അവിടെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്, ദാവീദ് ശൗലിന്റെ വസ്ത്രാഗ്രം
മുറിച്ചപ്പോൾ മുതൽ അവന്റെ ഹൃദയം അവനെ കുറ്റപ്പെടുത്തി തുടങ്ങി. ദാവീദ് അവിടെ തന്റെ കൂട്ടുവേലക്കാരോട് പറയുന്നു, അവന്റെ വസ്ത്രാഗ്രം മുറിച്ചതുപോലും തെറ്റായിപ്പോയി, കാരണം അവൻ യഹോവയുടെ അഭിഷിക്തനല്ലോ. Hallelujah. തന്റെ അഭിഷിക്തന്റെ നേരെ കൈ എടുക്കരുത്. ദാവീദിന്റെ ജീവിതമാണത്, സ്വഭാവമാണത്, ദാവീദ് കൊണ്ടു നടന്ന ക്യാരക്ടറാണ്. Yes. Yes, Pastor. Yes. ഡേവിഡ് റെസ്പെക്ട് ദി അനോയിന്റഡ് സെർവന്റ്സ്. Amen. Hallelujah. ദാവീദ് അഭിഷേകത്തെ ബഹുമാനിച്ച മനുഷ്യനാണ്. Amen. Yes. Amen. ദാവീദ് അഭിഷിക്തന്മാരെ ബഹുമാനിച്ച മനുഷ്യനാണ്. Yes. Amen. ദാവീദ് ദൈവ സാന്നിധ്യത്തെ ബഹുമാനിച്ച മനുഷ്യനാണ്. Yes, Pastor. അതാണ് ദൈവ സാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ പെട്ടകത്തിന്റെ മുമ്പിൽ നിന്ന് പഞ്ഞിനൂൽ വസ്ത്രം ധരിച്ച് താൻ ഒരു രാജാവാണെന്ന് പോലും ഓർക്കാതെ എല്ലാം മറന്ന് ഡാൻസ് ചെയ്ത് നൃത്തം ചെയ്ത് ദാവീദ് ദൈവത്തിന് നന്ദി പറഞ്ഞത്, ദൈവത്തെ സ്തുതിച്ചത്. Hallelujah. ഈ റെസ്പെക്ട് the presence of the Lord. Amen. ഈ റെസ്പെക്ട് the anointed servants. Amen. എന്ത് സംഭവിച്ചു? അതുകൊണ്ട് നമുക്കറിയാം, ചരിത്രം പഠിക്കുമ്പോൾ ദാവീദിന്റെ ഗോത്രത്തിലാണ് എല്ലാ അഭിഷിക്തന്മാരുടെയും ജനനം. Amen. What is the meaning of Christ? The Christ mean the anointed one. ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അഭിഷിക്തൻ. യേശു ക്രിസ്തു ഏത് ഗോത്രത്തിലാണ് ജനിച്ചത്? ദാവീദിന്റെ ഗോത്രത്തിൽ. വേദപുസ്തകത്തിലെ മുഴുവൻ അഭിഷിക്തന്മാരും ഏത് ഗോത്രത്തിലാണ് ജനിച്ചത്? ഇൻക്ലൂഡിംഗ് പീറ്റർ, ജെയിംസ് and everyone. Yes. ദാവീദിന്റെ ഗോത്രത്തിൽ. Amen. Thank you, Holy Spirit. Hallelujah. അഭിഷേകത്തെ ബഹുമാനിച്ചവന്റെ വീട്ടിൽ അഭിഷിക്തന്മാരുണ്ടായി. Amen. Hallelujah. 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 Amen. അഭിഷിക്തനെ, അനോയിന്റഡ് സെർവന്റിനെ ദൈവം വിളിച്ചു വേർതിരിച്ച അത് ശൗലാണെങ്കിൽ പോലും, ശൗലിനെ നമുക്കൊരിക്കലും അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല, പക്ഷേ ദൈവം തെരഞ്ഞെടുത്ത ആളാ. ദൈവം തെരഞ്ഞെടുത്ത എന്ന നിലയിൽ ആ ശൗലിനെ ഓണർ ചെയ്ത ഡേവിഡിനെ അവന്റെ ഭവനത്തിൽ അഭിഷിക്തന്മാരുടെ വലിയൊരു നിര തന്നെ ഉണ്ടായി. Hallelujah. Hallelujah. ലിസൺ ടു മീ. വേദപുസ്തകത്തിനകത്ത് മോശയുടെ കൈ താങ്ങിയ രണ്ട് വ്യക്തികളുണ്ട്. അമാലേക്യർ യുദ്ധം ചെയ്യുമ്പോൾ, താഴ്വരയിൽ യുദ്ധം നടക്കുമ്പോൾ, പർവ്വതത്തിന്റെ മുകളിൽ മോശ രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിക്കും. അപ്പൊ മോശയുടെ കരം ഉയർന്നിരിക്കുമ്പോൾ അമാലേക്യർ പരാജയപ്പെടും. മോശയുടെ കരം കൈ കുഴച്ച് കൈ താഴ്ത്തുമ്പോൾ അമാലേക്യർ ശക്തി പ്രാപിക്കും. ഇത് മനസ്സിലാക്കി മോശയുടെ കൈ താങ്ങിയ രണ്ട് വ്യക്തിത്വങ്ങളുണ്ട്. ഒന്ന് തന്റെ സ്വന്തം സഹോദരനായ അഹരോൻ, പുരോഹിതനായ അഹരോൻ. രണ്ട് ഹൂർ. ഹൂറും ഹഗരോനുമാണ് മോശയുടെ കൈ താങ്ങിയത്. നിങ്ങൾക്കറിയാമോ, ചരിത്രങ്ങൾ പിന്നിടുമ്പോൾ സമാഗമന കൂടാരം ദൈവം പണിയുന്ന സമയത്ത്, അല്ലെങ്കിൽ ദൈവം പണിയുവാൻ മോശയോട് അറിയിക്കുമ്പോൾ, ആ സമാഗമന കൂടാരത്തിന്റെ, നമുക്കറിയാം ദൈവം മഹത്വം ഇറങ്ങിയ ഇടമാണ് സമാഗമന കൂടാരം. Yes. യഹോവയുടെ തേജസ് ഇറങ്ങിയ സ്ഥലമാണ് സമാഗമന കൂടാരം. യാഗപീഠത്തിൽ തീ ഇറങ്ങിയ സ്ഥലമാണ് സമാഗമന കൂടാരം. Amen. ആ ടാബർനാക്കളിൽ ആ സമാഗമന കൂടാരത്തെ ഡിസൈൻ ചെയ്യുവാൻ, അതിന്റെ ആർക്കിടെക്റ്റായി ദൈവം ഉപയോഗിച്ച, അത് വരച്ച് ആ ചർച്ച എങ്ങനെ ഇരിക്കണം, ആ ടെന്റ് എങ്ങനെ ആയിരിക്കണം, വിളക്ക് എവിടെ ഇരിക്കണം, യാഗം എവിടെ നടക്കണം, വിളക്കുകൾ എവിടെ വെക്കണം, യാഗവസ്തുക്കൾ എവിടെ വെക്കണം, പുരോഹിതന്മാർ എവിടെ ഇരിക്കണം, എവറിത്തിങ്, കംപ്ലീറ്റ് സ്ട്രക്ചർ, Amen. കംപ്ലീറ്റ് ഡിസൈൻ. Yes. അത് ഡിസൈൻ ചെയ്ത ആർക്കിടെക്റ്റ് ആണ് ബെസലേൽ. Amen. ബെസലേൽ. Yes. ബെസലേൽ ആരുടെ കൊച്ചുമകനാണെന്നറിയാമോ? മോശയുടെ കൈ താങ്ങിയ ഹൂരിന്റെ കൊച്ചുമകനാണ് ബെസലേൽ. Amen. Hallelujah. Yes. വല്യപ്പൻ അഭിഷേകത്തെ റെസ്പെക്ട് ചെയ്തു. Yes. വല്യപ്പനായ ഹൂര് അഭിഷിക്തന്റെ കൈ താങ്ങി. Yes. അടുത്ത തലമുറ
ദൈവമഹത്വം ഇറങ്ങുന്ന Amen. ആലയം പണിയുന്നവരായി മാറി. Amen. Hallelujah. ബെസലേലിനെ കുറിച്ച് ബൈബിൾ പറയുന്നു, അവൻ ദിവ്യാത്മാവിനാൽ നിറയപ്പെട്ടിരുന്നു. Hallelujah. അവനിൽ വിശേഷമായ ജ്ഞാനമുണ്ടായി. അവൻ സങ്കല്പിച്ചുണ്ടാക്കുന്നവനായിരുന്നു. ഭയങ്കര ക്രിയേറ്റിവിറ്റി ആയിരുന്നു Yes, Pastor. ബെസലേലിന്. താങ്ക് യു ലോർഡ്. മൈ ബിലോഡ് പേരൻസ്, മൈ ചിൽഡ്രൻ ഓഫ് ദ ലോർഡ്, പ്രിയ മാതാപിതാക്കളെ, എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ തലമുറകൾ അഭിഷേകത്തിൽ നിറയുവാനും നിങ്ങളുടെ തലമുറകൾ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുവാനും നിങ്ങളുടെ തലമുറകൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന തലമുറകളാകുവാനും നിങ്ങളുടെ തലമുറകൾ ഈ ദൈവവചനത്തിന് വില കൽപ്പിക്കാനും മാതാപിതാക്കളാകുന്ന നിങ്ങൾ ദൈവവചനത്തെയും തന്റെ ദാസന്മാരെയും അഭിഷേകത്തെയും ബഹുമാനിക്കുന്നവരാകുക, സ്നേഹിക്കുന്നവരാകുക. നീ ബഹുമാനിക്കുന്നതും നീ സ്നേഹിക്കുന്നതും നീ വിശ്വസിക്കുന്നതും മാത്രമേ നിന്റെ വീട്ടിൽ ഉണ്ടാകത്തുള്ളൂ, നിന്റെ ഭവനത്തിൽ വരത്തുള്ളൂ. Come on, celebrate Jesus. Hallelujah. Hallelujah. That's why the anointing is very precious. Yes. Amen. Hallelujah. Hallelujah. Thank you, Holy Spirit. യേശു കർത്താവ് പരിശുദ്ധാത്മാവിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുമ്പോൾ വേദപുസ്തകത്തിൽ ബൈബിളിൽ എന്നെ ഭയങ്കരമായി ടച്ച് ചെയ്ത ഒരു സംഭവമുണ്ട്. പാസ്റ്റർ, ഈ യേശു ദേവാലയത്തിൽ കബർനഹൂമിൽ, ദ ഗോസ്പൽ ഓഫ് മാത്യു ചാപ്റ്റർ 12 വേർഡ് 28, മത്തായി 12:28 ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം. മതി. യേശു ദൈവാലയത്തിൽ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ അവിടെ ഒരു മനുഷ്യൻ, അവന്റെ അശുദ്ധാത്മാ പുറത്തു വന്നു. പള്ളിക്കകത്ത് ഇരുന്ന ഒരാൾക്ക് ഭൂതം ഉണ്ടായിരുന്നു. പള്ളിക്കകത്തായിരിക്കുന്നെന്ന് കരുതി ഭൂതം ഇല്ല എന്ന് പറയണ്ട. പള്ളിക്കകത്തിരുന്ന ആളിനാണ്, നോട്ട് ആൻ ഔട്ട്സൈഡ് പേഴ്സൺ, നോട്ട് ആൻ ഔട്ട്സൈഡർ. പുറത്തുള്ള ഒരാളല്ലായിരുന്നു. വർഷങ്ങളായി ആ പള്ളിക്കകത്ത്, ചിലപ്പോൾ സെക്രട്ടറി ആവാം, ചിലപ്പോൾ അസിസ്റ്റന്റ് മിനിസ്റ്റർ ആകാം, ഐ ഡോണ്ട് നോ, ചിലപ്പോൾ ആരുമാകാം. പക്ഷെ അകത്തുള്ള ആളാ, പുറത്തുള്ള ആളല്ലായിരുന്നു. പിശാചിന് അത് വിഷയമല്ല. നീ ഏത് പള്ളിയാ, പള്ളിക്കകത്താണോ പുറത്താണോ വിഷയമല്ല. പിശാചിന് നീ വാതിൽ തുറന്നു കൊടുത്താൽ അവൻ വന്ന് കയറിയിരിക്കും. യേശു ശുശ്രൂഷിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ആ അശുദ്ധാത്മാവ് പുറത്തു വന്നു. യേശു ആ ദുരാത്മാവിനെ പുറത്താക്കി. ഉടനെ പള്ളിയിലുള്ളവർക്ക് ഭയങ്കര ദേഷ്യായി. അവർ വിളിച്ചു പറഞ്ഞു, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബെൽസബൂലിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്. വേറെ ഏതോ സ്പിരിറ്റിലാണ് ഇവൻ ഈ മിനിസ്റ്റർ ചെയ്യുന്നത്. യേശു പറഞ്ഞു, വിശ്വാസിയെ, നിനക്കില്ലാത്ത ഐക്യതയാണ് ഡിമോണിക് വേൾഡിനുള്ളത്. നിന്നിലില്ലാത്ത യൂണിറ്റിയാണ് പിശാചിനുള്ളത്. ഒരിക്കലും സാത്താനെ പുറത്താക്കത്തില്ല. ഇവര് തമ്മിൽ ഒരു വഴക്കുമില്ല. ചിലപ്പോ 10 വിശ്വാസികൾ കൂടിയാൽ ഇവര് തമ്മിൽ വഴക്ക് കാണും. പക്ഷെ 10 പിശാചുക്കൾ ഒന്നിച്ചിരുന്നാൽ അവർ തമ്മിൽ ഒരു കുഴപ്പമില്ലാതെ അവർ ഒന്നിച്ചു പോകും. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ വേദപുസ്തകം പറയുന്നത്, ഗോസ്പൽ ഓഫ് മാർക്ക് ചാപ്റ്റർ 5 എഴുതിയിട്ടുണ്ട്, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 6000 ദുരാത്മാക്കൾ ഉണ്ടായിരുന്നു. ലഗ്യോൻ, റോമൻ ബറ്റാലിയനെയാണ് ലഗ്യോൻ എന്ന് പറയുന്നത്. 6000 ഭൂതം ഒരു മനുഷ്യന്റെ ശരീരത്ത് വർഷങ്ങളായിട്ടിരുന്നു. ഒന്നിച്ച് പ്രവർത്തിച്ചു, ഒന്നിച്ച് അവർ വർക്ക് ചെയ്തു. ഒരുത്തനെ തകർക്കാൻ വേണ്ടി അവർ ഒന്നിച്ചു നിന്നു. ഒരുത്തനെ നന്നാക്കാൻ വേണ്ടി നമ്മൾ ഒന്നിച്ചു നിന്നാൽ, പിശാചിന്റെ രാജ്യത്തിൽ ഒരുത്തനെ തകർക്കാൻ ഒരു വഴക്കുമില്ലാതെ അവർ ഒന്നിച്ചു നിൽക്കുകയാണ്. 6000 demons. Hallelujah. യേശു പറഞ്ഞു, ഒരിക്കലും ഭൂതത്തിന് ഭൂതത്തെ പുറത്താക്കാൻ കഴിയില്ല. വാ തുറന്ന് പറഞ്ഞ്, പിശാചിന് നന്മ ചെയ്യാൻ കഴിയില്ല. പിശാച് നന്മ ചെയ്യില്ല.
നന്മ ചെയ്യും. പിശാച് ഒരിക്കലും ഒരു മനുഷ്യനെ സ്നാനത്തിലേക്ക് നയിക്കില്ല. Yes. പിശാച് ഒരിക്കലും ഒരു മനുഷ്യനെ നന്മ ചെയ്ത്, ഹീലിംഗ് ഈസ് എ ഗുഡ് തിങ്. Amen. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവന്റെ ആത്മാവന്റെ മേലുണ്ട്, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതരെ വിടുവിച്ചയപ്പാനും. അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിട്ടുണ്ട്, നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കിയും നന്മ ചെയ്തും. Amen. നന്മ ചെയ്തും കൊണ്ട് സഞ്ചരിച്ച വിവരം Amen. നിങ്ങൾ അറിയുന്നല്ലോ. ഭൂതത്തെ പുറത്താക്കുന്നത് ഒരു നന്മയാണ്. Yes. രോഗിയെ സൗഖ്യമാക്കുന്നത് ഒരു നന്മയാണ്. Amen. ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ഒരുത്തന് ജീവിക്കണമെന്നുള്ള ബോധ്യം കൊടുത്തവനെ അതിൽ നിന്ന് പുറത്തെടുക്കുന്നത് നന്മയാണ്. Yes. Yes. സത്യദൈവം ആരാന്ന് അറിഞ്ഞുകൂടാതെ ജീവിച്ച ഒരാൾക്ക് സത്യദൈവത്തെ അവന് കൊടുക്കുന്നത് ഒരു നന്മയാണ്. Amen. പിശാച് ഒരിക്കലും നന്മ ചെയ്യത്തില്ല, നന്മ ചെയ്യത്തില്ല. ലിസൺ ടു മീ. യേശു പറഞ്ഞു, സാത്താൻ തമ്മിൽ ചിതറിക്കുന്നില്ല, ദൈവാത്മാവിനാൽ. വേർഡ് 28, മാത്യു ചാപ്റ്റർ 12 വേർഡ് 28. ദൈവാത്മാവിനാൽ. Can you please say it? ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു. സ്പഷ്ടം. അപ്പോൾ യേശു പറയുന്നത്, ഞാൻ ഭൂതങ്ങളെ പുറത്താക്കിയത് ദൈവാത്മാവിനാലാണ്. Amen. But if I cast out devil by the Spirit of God, then the kingdom of God is come unto you. സഹോദരങ്ങളെ, സാക്ഷാൽ യേശു ക്രിസ്തുവിന് ഭൂതങ്ങളെ പുറത്താക്കുവാൻ ദൈവാത്മാവിനെ വേണമായിരുന്നെങ്കിൽ, സാക്ഷാൽ യേശുവിന് ഭൂതങ്ങളെ പുറത്താക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ സഹായം വേണമായിരുന്നെങ്കിൽ, സാക്ഷാൽ യേശു ക്രിസ്തുവിന് സുവിശേഷം അറിയിപ്പാൻ അഭിഷേകം വേണമായിരുന്നെങ്കിൽ, സാക്ഷാൽ യേശു ക്രിസ്തുവിന് രോഗികളെ സൗഖ്യമാക്കുവാൻ, ബദ്ധന്മാരെ വിടുവിപ്പാൻ, കുരുടന് കാഴ്ച കൊടുക്കുവാൻ ഈ പരിശുദ്ധാത്മാവിനെ വേണമായിരുന്നെങ്കിൽ, നിങ്ങൾക്കും എനിക്കും എത്രയധികം, Amen. Amen. നിങ്ങൾക്കും എനിക്കും എത്രയധികം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. Thank you, Jesus. അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് യേശു കർത്താവ് പറഞ്ഞത്, the Gospel of Luke chapter 24 verses 45 to 49. ലൂക്കോസ് സുവിശേഷം 24 അധ്യായം 45 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിൽ പ്രസംഗിക്കുകയും വേണം. The first word is important. The first word is important. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. അവൻ അവരുടെ ബുദ്ധിയെ തുറന്നു. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ വിശുദ്ധ ബൈബിൾ, ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വിശുദ്ധ ഗ്രന്ഥമാണ്. Amen. എല്ലാ പുസ്തകങ്ങളുടെയും പിറകിൽ ഒരു എഴുത്തുകാരനുണ്ട്. എല്ലാ പാട്ടുകളുടെയും പിറകിൽ ഒരു എഴുത്തുകാരനുണ്ട്. ആ എഴുത്തുകാരന്റെ വികാരവും മനസ്സും ആത്മാവും ചിന്തയും ആ പാട്ടിലും എഴുത്തിലും പുസ്തകങ്ങളിലും അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നു. ബൈബിൾ പരിശുദ്ധാത്മാവിനാലാണ് എഴുതപ്പെട്ടിരിക്കുന്നതെങ്കിൽ, മനുഷ്യൻ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ പരിശുദ്ധാത്മ പ്രേരിതമായി തിരുവെഴുത്തുകളെ എഴുതി നമ്മളുടെ കരങ്ങളിൽ നൽകിയിരിക്കുന്നെങ്കിൽ, ഈ തിരുവെഴുത്തുകളെ തിരിച്ചറിയാൻ നമ്മളുടെ ജ്ഞാനം കൊണ്ട് കഴിയില്ല. മാത്സ് അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ നിങ്ങളെ മാത്സ് പഠിപ്പിക്കാൻ കഴിയൂ. കെമിസ്ട്രി അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ നിങ്ങളെ കെമിസ്ട്രി പഠിപ്പിക്കാൻ കഴിയൂ. ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ കഴിയൂ. ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടിരിക്കുന്നതിനാൽ, ഇതേത് ആത്മാവിനാൽ എഴുതപ്പെട്ടോ
ആ ആത്മാവുള്ളവർക്ക് മാത്രമേ ഇത് യഥാർത്ഥമായി വ്യാഖ്യാനിക്കുവാനും വെളിപ്പെടുത്തി തരുവാനും കഴിയൂ. Amen. അതുകൊണ്ടാണ് ജെറുസലേമിൽ വലിയ ഒരു ഉത്സവം കഴിഞ്ഞിട്ട് എത്യോപ്യയിലെ രാജ്ഞിയും അവിടുത്തെ മഹാനും കാര്യവിചാരകനുമായ ഷണ്ണൻ ഇവരൊന്നിച്ച് തേരിനകത്ത് പോകുമ്പോൾ ഫിലിപ്പോസിനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ ആ തേരിനോട് ചേർന്ന് നടക്കുക. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിലാണ് അത് വായിക്കുന്നത്. ഫിലിപ്പോസ് ആ തേരിനോട് ചേർന്ന് നടക്കുമ്പോൾ ബൈബിൾ പറയുന്നു, അകത്തിരുന്നു കൊണ്ട് ആരോ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് ഫിലിപ്പോസ് കേട്ടു. അപ്പോൾ ഫിലിപ്പോസ് പുറത്തു നിന്നുകൊണ്ട് അകത്തിരുന്ന് വായിക്കുന്ന ആളിനോട് ചോദിക്കുന്നു, നീ വായിക്കുന്നത് വല്ലോ ഗ്രഹിക്കുന്നുണ്ടോ? ഉടനെ അകത്തിരിക്കുന്ന ആ എത്യോപ്യയിലെ മഹാനും കാര്യവിചാരകനും ഷണ്ണനുമായ ആ ഫൈനാൻസ് മിനിസ്റ്റർ ഫിലിപ്പോസിനോട് പറയുന്നു, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ ഞാൻ ഇതെങ്ങനെ ഗ്രഹിക്കും? ഞാനൊരു രാജ്യത്തിലെ പ്രഥമ മനുഷ്യനായിരിക്കാം, ഞാൻ ഭയങ്കര കഴിവുള്ള ആളായിരിക്കാം, എഴുത്തുകാരനായിരിക്കാം, പണ്ഡിതനായിരിക്കാം, വായിക്കുന്ന വായനാശീലമുള്ള ആളായിരിക്കാം. ഞാനിപ്പോൾ യെശയ്യാവിന്റെ പ്രവചന പുസ്തകം പലതവണ വായിച്ചുകൊണ്ടിരിക്കുന്നു, ബൈബിൾ 5 തവണ വായിച്ചു കഴിഞ്ഞു. അതുകൊണ്ടൊന്നും ഒരർത്ഥവുമില്ല. വായിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഫിലിപ്പോസിനോട് വളരെ സിൻസിയറായി അകത്തിരിക്കുന്ന മനുഷ്യൻ പറയുന്നു, ഒരുത്തൻ ഇത് പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ ഞാനിതെങ്ങനെ ഗ്രഹിക്കും? കാരണം ഫിലിപ്പോസിലുള്ള പരിശുദ്ധാത്മാവ് തേരിനകത്തിരിക്കുന്ന എത്യോപ്യയിലെ മഹാന്റെ മേളിൽ, കാര്യവിചാരകന്റെ മേളിൽ ഇല്ല. ഫിലിപ്പോസ് തന്റെ കൂടെ കേറിയിരിക്കുവാൻ അപേക്ഷിച്ചു. പരിശുദ്ധാത്മാവുള്ള ഫിലിപ്പോസ് ഈ തേരിനകത്ത് കേറിയിരുന്ന മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ അകത്തിരുന്ന ആൾക്ക് രൂപാന്തരം ഉണ്ടായി. മണിക്കൂറുകൾക്കകത്ത് ആ മനുഷ്യൻ പറഞ്ഞു, ഇതാ വെള്ളം, എനിക്ക് സ്നാനപ്പെടണം. തിരുവെടുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവൻ അവരുടെ ബുദ്ധിയെ തുറന്നു. പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട ദൈവവചനം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് ഇതേ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്നവരുടെ മെസ്സേജുകൾ കേൾക്കുക. പരിശുദ്ധാത്മാവിനെ വിമർശിക്കുന്നവരുടെ മെസ്സേജുകൾ കേൾക്കുന്നത് അവസാനിപ്പിക്കുക. മാത്സ് അറിയാവുന്നവന്റെ അടുക്കൽ മാത്സ് പഠിക്കാൻ പോവുക. ഹിന്ദി അറിയാവുന്നവന്റെ അടുക്കൽ ഹിന്ദി പഠിക്കാൻ പോവുക. MBBS-ഉം MD-യും കഴിഞ്ഞ നല്ലൊരു ഡോക്ടറിനോട് നീറ്റ് പരീക്ഷയെക്കുറിച്ചും MBBS പോകുന്നതിനെ കുറിച്ചും ചോദിക്കുക. തെങ്ങിന് തടം തുറക്കാൻ പോകുന്നവനോട് ചോദിക്കാതിരിക്കുക. Thank you, Holy Spirit. Hallelujah. Yes. Thank you, Holy Spirit. Amen. അനുഭവമുള്ളവരോട് അനുഭവങ്ങൾ ചോദിക്കുക. അനുഭവമുള്ളവർ അനുഭവ സാക്ഷ്യം പറയുക. Amen. I thank you, Holy Spirit. Hallelujah. Praise God. That word is very important, Pastor Gigi. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവൻ അവരുടെ ബുദ്ധിയെ തുറന്നു. ഒന്ന് കൈ ഉയർത്തി. ലിഫ്റ്റ് അപ്പ് യുവർ ഹാൻഡ്സ് എവരിവൺ. പരിശുദ്ധ ആത്മാവേ, അങ്ങയുടെ നിയോഗത്താൽ എഴുതപ്പെട്ട ഈ തിരുവെഴുത്തുകളെ, വചനങ്ങളെ മനസ്സിലാക്കുവാൻ, പഠിക്കുവാൻ, ഗ്രഹിക്കുവാൻ അവിടുന്ന് എനിക്ക് കൃപ തരണമേ. അവിടുന്ന് എനിക്ക് കൃപ തരണമേ. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Lift up your voice. പ്രാർത്ഥിച്ചേ. പ്രാർത്ഥിച്ചേ. ഒരു നിമിഷം നിങ്ങൾ എന്നെ നോക്കുമോ? എന്തുകൊണ്ടാണ് സാമുവേൽ
സാമുവേൽ എന്ന ശബ്ദം ദൈവത്തിന്റെ വിളി കേട്ടിട്ടും സാമുവേലിന് അത് മനസ്സിലാക്കാൻ കഴിയാതെ പോയത്. സാമുവേൽ ചെന്നിട്ട് ഏലിയോട് ചോദിക്കുകയാണ്, യജമാനനെ, ഞാൻ ഇങ്ങനെ രാത്രി കിടക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടു. ദൈവശബ്ദം മുൻപ് കേട്ടിട്ടുള്ള ഏലി, ദൈവശബ്ദം എന്താണെന്ന് അറിയാവുന്ന മനുഷ്യൻ സാമുവേലിന് പറഞ്ഞു കൊടുക്കുകയാണ്, സാമുവേലേ, ഇനി അങ്ങനെ ഒരു വോയിസ് നീ കേട്ടാൽ യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറയണം. കാരണം ആ ടൈമിൽ, ആ പ്ലേസിൽ, ആ സമയത്ത് ദൈവശബ്ദം വെളിപ്പെടാൻ സാധ്യതയുള്ളതെന്ന് പലതവണ എക്സ്പീരിയൻസ് ചെയ്തവൻ അവനത് പറഞ്ഞു കൊടുക്കുകയാണ്. Hallelujah. 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 താങ്ക് യു ഹോളി സ്പിരിറ്റ്. എലീശായുടെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യനായ ഗേഹസി എലീശായോട് വന്ന് പറയുന്നു, യജമാനെ, താഴ്വരയിൽ ഒരു വലിയ സൈന്യം നിരന്നിരിക്കുകയാണ്. നമ്മോട് കൂടെ ഉള്ളവരെക്കാളും അധികം അവരോട് കൂടെ ഉള്ളവരാണ്. വേദപുസ്തകം പറയുന്നു, എലീശ തന്റെ ശിഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവേ, ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അവന്റെ പുറമേയുള്ള കണ്ണ് തുറന്നിരിക്കുകയാണ്. അവൻ ബ്ലൈൻഡ് അല്ല, അവൻ അന്ധനല്ല. അവന്റെ ആത്മാവിന്റെ കണ്ണ് തുറക്കുവാൻ എലീശ പ്രാർത്ഥിച്ചു. എന്നിട്ട് എലീശ പറഞ്ഞു, ഇനി നീ പോയി നോക്കാൻ പറഞ്ഞു. അവന്റെ സ്പിരിച്വൽ ഐസിനെ എലീശ അൺലോക്ക് ചെയ്തു. Hallelujah. Hallelujah. ലോക്കായി കിടക്കുന്നവന് അൺലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. ലോക്ക് കഴിഞ്ഞവനെ അൺലോക്ക് ചെയ്യാൻ പറ്റും. Hallelujah. 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 അവൻ പോയി നോക്കി താഴ്വരയിൽ. അവൻ താഴ്വരയിൽ നോക്കിയിട്ട് പറഞ്ഞു, തിരിച്ചു വന്ന് പറഞ്ഞു, യജമാനനെ, അവരോട് കൂടെ ഉള്ളതിനേക്കാളും അധികം നമ്മോട് കൂടെ ഉള്ളവരാണ്. Hallelujah. അഗ്നിമയമായ രഥങ്ങൾ അവൻ കാണുകയാണ്. സ്പിരിച്വൽ വേൾഡ്, അൺസീൻ വേൾഡ് അവൻ കാണുകയാണ്. ലിസൺ ടു മീ. കണ്ണ് തുറന്നവനെ കണ്ണ് തുറപ്പിക്കാൻ പറ്റും. Hallelujah. ചെവി തുറന്നവനെ ചെവി തുറപ്പിക്കാൻ പറ്റും. സ്പിരിച്വൽ ഇയേഴ്സ്, ആത്മീകമായ കാതുകൾ തുറന്ന ഏലിക്ക് മാത്രമേ സാമുവേലിനെ ആ കാതുകൾ തുറപ്പിച്ച് ദൈവശബ്ദത്തെ കേൾപ്പിച്ചു കൊടുക്കാൻ കഴിയും. താഴ്വരയിൽ നിൽക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാരെയും ദൈവത്തിന്റെ സൈന്യത്തെയും ആത്മാവിൽ കാണാൻ ഗ്രേസ് ഉള്ള, കൃപയുള്ള പ്രൊഫറ്റിന് മാത്രമേ തന്റെ കൂടെ നിൽക്കുന്നവനെ ആ റിലം ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ്റും. Amen. 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 തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് തിരുവെഴുത്തുകളുടെ നാഥനായവൻ, യഥാർത്ഥ തിരുവെഴുത്തായവൻ Amen. അവരുടെ ബുദ്ധിയെ തുറന്നു. Hallelujah. Hallelujah. Thank you, Holy Spirit. Read it, Pastor. I'm feeling the presence of the Lord. Amen. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മൂന്നാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിൽ പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികൾ ആകുന്നു. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. എത്ര പ്രാവശ്യമായി നിങ്ങളുടെ മേൽ? യേശുവിന്റെ മേളിൽ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ വന്നു, യേശുവിന്റെ മേൽ വന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇവിടെ വായിക്കുന്നു, പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. Amen. 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 നിങ്ങളെ ഉയരത്തിൽ നിന്നുള്ള ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കുവീൻ Amen. എന്ന് അവരോട് അരുളി ചെയ്തു. Hallelujah. ഉയരത്തിലെ ശക്തി ധരിക്കുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, യേശു ഇത് പറയുന്നത് ശിഷ്യന്മാരോടാണ്. Who is disciples? They are ordained.
Yes. They are ordained by Jesus Christ. Amen. Amen. They are appointed. Yes. They are ordained. യേശു കർത്താവ് തിരഞ്ഞെടുത്ത, അഭിഷേകം ചെയ്ത, അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്ത, ഓർഡിനേഷൻ കൊടുത്ത ഈ അപ്പോസ്തലന്മാർക്ക് എന്തിനാണ് ഇനി ഉയരത്തിലെ ശക്തി? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉയർത്തെഴുന്നേറ്റ യേശുവിനെ അവർ പലതവണ നേരിട്ട് കണ്ടു. യേശു ക്രിസ്തുവിന്റെ കൂടെ അവർ ഭക്ഷണം കഴിച്ചു. യേശു മരിച്ചവരെ ഉയർപ്പിക്കുന്നത് ഒപ്പം നിന്ന് കണ്ടു. പത്രോസ് കടലിന്റെ മേളിലൂടെ നടന്നു. 5 അപ്പവും 2 മീനും 10,000 വർദ്ധിക്കുന്നത് കാണുക മാത്രമല്ല, അവരുടെ കൈ കൊണ്ട് അത് എടുത്ത് അവർ വിളമ്പി. Amen. ഇത്രയും മഹാത്ഭുതങ്ങൾ കണ്ട യേശു ക്രിസ്തു നേരിട്ട് ഓർഡൈൻ ചെയ്ത ഈ അപ്പോസ്തലന്മാർക്ക് എന്തിനാണ് ഇനി ഉയരത്തിലെ ശക്തി? യേശു പറഞ്ഞു, ഉയരത്തിലെ ശക്തി ധരിക്കാതെ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരാതെ, ശുശ്രൂഷയാണെന്നും പറഞ്ഞുകൊണ്ടൊന്നും വെളിയിൽ ഇറങ്ങിയേക്കരുത്. ഉയരത്തിലെ ശക്തി ധരിക്കുവോളം നിങ്ങൾ നഗരത്തിൽ തന്നെ പാർക്കുകയും. Thank you, Jesus. Hallelujah. Thank you, Jesus. Amen. The reason is, നമുക്കറിയാം, ഇവര് യേശുവിനാൽ വിളിക്കപ്പെട്ടവരാണെങ്കിലും ഓർഡൈൻഡ് ആണെങ്കിലും ഇവരുടെ സ്വഭാവത്തിനൊന്നും ഒരു വ്യത്യാസമില്ല. ശമര്യരെ കാണുമ്പം പീറ്ററിന് ഒരു അസ്വസ്ഥതയാണ്. പ്രത്യേകിച്ച് ശമര്യരെ പുള്ളിക്ക് ഇഷ്ടമല്ല. ഏലിയാവ് ആകാശത്ത് നിന്ന് തീ ഇറക്കിയതുപോലെ ശമര്യരെ നമുക്ക് പ്രാർത്ഥിച്ച് തീ ഇറക്കി അങ്ങ് തീർക്കണം. നമ്മുടെ ഗ്രേസ്, നമ്മുടെ ഗിഫ്റ്റ് ഉപയോഗിക്കണം. യേശു ചോദിച്ചു, ഏത് സ്പിരിറ്റാ നിന്റെ മേളിൽ മൂവ് ചെയ്യുന്നത്? കാറ്റും കടലും ഇളകി വള്ളത്തിൽ വെള്ളം കയറിയപ്പോൾ, നാഥാ ഞങ്ങൾ നശിക്കുന്നു എന്ന് ഉറച്ചു നിലവിളിച്ചപ്പോൾ യേശു എഴുന്നേറ്റ് എന്ന് ചോദിച്ചു, നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലേ? അപ്പൊ എന്തൊക്കെ ചോദ്യങ്ങളെ കർത്താവരോട് ചോദിച്ച, ഏത് ആത്മാവാ നിന്നിൽ ഭരിക്കുന്നത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലേ? ഈ ഗത്സമന തോട്ടത്തിൽ ഈ പീറ്റർ ഒരു പടയാളിയുടെ, ഒരു പട്ടാളക്കാരന്റെ കാതങ്ങ് വെട്ടി തറയിട്ടു. ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. ഈ ഗത്സമന തോട്ടത്തിൽ പീറ്റർ യേശുവിനെ പിടിക്കാൻ വന്ന ആ ഓഫീസറിന്റെ, പട്ടാളക്കാരന്റെ കാത് വെട്ടിയിട്ടത് നമ്മൾ ചിന്തിക്കുന്ന സ്നേഹം കൊണ്ടാ. പത്രോസിന്റെ വലിയ കൂറും ആത്മാർത്ഥതയും യേശുവിനോടുള്ള സ്നേഹമാണ്. പക്ഷെ നോ, പീറ്ററിനെ പിശാച് അവിടെ ഉപയോഗിച്ചതാണ്, സാത്താൻ ഉപയോഗിച്ചത്. കാരണം പലപ്പോഴും പിശാചിന് ഒരു ഇൻഫ്ലുവൻസ് അവന്റെ മേൽ ഉണ്ടായിരുന്നു. അത് യേശു കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാ പീറ്ററിനെ നോക്കി യേശു ഒരിടത്ത് വെച്ച് പറഞ്ഞത്, സാത്താനെ നീ മാറി നിൽക്ക്, നീ ദൈവത്തിൻ്റെതല്ല പറയുന്നേ, നീ ദൈവത്തിൻ്റെതല്ല പറയുന്നേ, നിന്നിൽ ഒരു ഡിമോണിക് സ്പിരിറ്റ് ഉണ്ടെന്ന് പീറ്ററിനെ നോക്കി യേശു പറഞ്ഞു. ഹല്ലേലൂയ. Hallelujah. താങ്ക് യു ഹോളി സ്പിരിറ്റ്. Thank you, Jesus. ഇതേ ശിമോനോട് യേശു പറഞ്ഞു, ശിമോനെ ശിമോനെ, സാത്താൻ നിന്നെ ഗോതമ്പ് പാറ്റി കളയുന്നത് പോലെ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു. Amen. അപ്പൊ ഡിമോണിക് റിലം എപ്പോഴും പീറ്ററിൽ ഫോക്കസ്ഡ് ആയിരുന്നു. ഇവിടെ ഗത്സമനയിൽ പുള്ളിയെ കയ്യിലെടുത്തു. കാരണം പാസ്റ്റർ അരുൺ, ഈ സൂമിൽ എന്നെ കാണുന്നവർ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പത്രോസ് പട്ടാളക്കാരന്റെ കഴുത്തിൽ വെട്ടിയതാണ്, ഒരിക്കലും ചെവി വെട്ടിയതല്ല. ആരുടെയും ചെവി വെട്ടാൻ നിന്നു കൊടുക്കത്തില്ല. ഹല്ലേലൂയ. ഡൊണാൾഡ് ട്രംപിനെ വെടിവെച്ചതാണ്, തലയിൽ വെടിവെച്ചതാണ്. പക്ഷെ ദൈവത്തിന് ഡൊണാൾഡ് ട്രംപിനെ ഉപയോഗിക്കാൻ പദ്ധതി ഉള്ളതുകൊണ്ട്, അദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കിക്കൊണ്ട് എന്തോ വലിയ പ്ലാൻ ദൈവം നടത്തുന്നത് കൊണ്ട്
ഈ ചെവിയുടെ ഇതിലെ കൂടെ കയറിപ്പോയതാണ്. Yes. Yes. അല്ലാതെ ഡൊണാൾഡ് ട്രംപിന്റെ ചെവിയെ വെടിവെച്ചതല്ല. Yes, Pastor. Yes. Amen. It's a very Yes. good example. Yes. Amen. പീറ്റർ, പത്രോസ് പടയാളിയുടെ ചെവിയെ വെട്ടിയതല്ല, കഴുത്തിന് വെട്ടിയതാ. ആ പടയാളി തിരിഞ്ഞു, എങ്ങനെയോ മൂവ് ചെയ്തു, പക്ഷെ അവന്റെ കാതറന്ന് തറയിൽ വീണു. Yes. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇരു ചെവിയും അറിയാതെ, ഒരൊറ്റ മനുഷ്യൻ പോലും കാണാതെ യേശു സെക്കൻഡുകൾ കൊണ്ട് ആ ചെവി എടുത്ത് തിരിച്ചു വെച്ചു. Yes. Hallelujah. ഓ നിങ്ങൾ പറയും വാട്ട് എ മിറക്കിൾ, ഓ പ്രൈസ് ദി ലോർഡ്, വാവ് അമേസിംഗ്. നിങ്ങൾക്കറിയോ യേശു അത് സെക്കൻഡുകൾ കൊണ്ട് എന്താ ചെയ്തതെന്ന്? കർത്താവ് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ നെക്സ്റ്റ് ഡേ കോടതികൾ വിധിക്കുമ്പോൾ എന്തുവാ വിധി വരുന്നതെന്നറിയാമോ? ഈസ് എ ക്രിമിനൽ. Yes. കാരണം ഇവനും ഇവന്റെ ആളുകളും കൂടെ ഉദ്യോഗസ്ഥന്മാരുടെ, ഓഫീസർമാരുടെ കഴുത്തെ വെട്ടി. Yes. ഇവന്റെ ഗുണ്ടകൾ, ഇവനും ഇവന്റെ ഗുണ്ടകളും ചേർന്ന് ഒരു ഓഫീസറെ കൊല്ലാൻ ശ്രമിച്ചു. അദ്ദേഹം ഒഴിഞ്ഞു മാറിയതേ, പുള്ളിയുടെ ചെവി നോക്കിയേ, ആ ചെവി അറന്നു വീണു. അതിന് കാരണക്കാരൻ ഇവനും ഇവന്റെ കൂടുള്ളവരുമാണ്. ഇവൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നീതിമാനല്ല, ഇവൻ ക്രിമിനലാണ്, ഇവൻ കുറ്റക്കാരനാണ്. പക്ഷെ യേശുവിനെ കുറിച്ചുള്ള വാഗ്ദത്തം അങ്ങനെയല്ല കിടക്കുന്നേ. Hallelujah. യേശുവിനെ കുറിച്ചുള്ള പ്രവചനം അങ്ങനെയല്ല കിടക്കുന്നേ. ആ പ്രവചനത്തെ തെറ്റിക്കാൻ പിശാച് ഒരു സെക്കൻഡിലേക്ക് പത്രോസിനെ കയ്യിലെടുത്തു. പക്ഷേ കർത്താവിന്റെ കരങ്ങൾ ആ ശത്രുവിന്റെ പദ്ധതികളെ പൊളിച്ചു കളഞ്ഞു. Yes. Amen. 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 Yes. Amen. Oh, in the name of Jesus. Hallelujah. Hallelujah. Amen. The enemy is planning something in your life. But the Spirit of the Lord is revealing me tonight. Yes. The Almighty God is going to scatter Amen. and break it Yes. and destroying it Yes. in the name of Jesus Christ. Yes. Amen. Amen. All the enemy's work is scattered tonight. Yes. In Jesus' mighty name. Name of Amen. Jesus. Amen. Yes. ഓർഡിനേഷൻ കിട്ടിയവരാണ്, യേശുവിനാൽ നേരിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടവരാണ്, Amen. കടലിന്റെ മേളിൽ കൂടെ നടന്ന കക്ഷിയാണ്, അത്ഭുതങ്ങൾ ഒത്തിരി കണ്ടതാണ്. യേശു പാസ്റ്റർ, നിങ്ങൾക്ക് ഇനിയും മനസ്സിലായില്ല, യേശു പാസ്റ്റർ ആയിരിക്കുന്ന സഭയിലെ അസിസ്റ്റന്റ് പാസ്റ്ററാണ് ഈ പണി കാണിച്ചത്. ഹല്ലേലൂയ. Amen. ഒരു പാസ്റ്റർ സൂയിസൈഡ് ചെയ്തു, ജൂദാസ്. Are you with me? Judas is an apostle. Yes. യൂദാസ് യേശു തിരഞ്ഞെടുത്ത ആളാണ്. പിശാചിന് ആരെയും കയ്യിലെടുക്കാം. Yes. Design the spirits. Yes. Design it. Tomorrow and day after tomorrow I will teach about the designing spirits. Amen. Yes. Hallelujah. Thank you, Holy Spirit. Amen. അതുകൊണ്ട് ഈ ശിഷ്യന്മാര് അവരുടെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞു ഉയരത്തിലെ ശക്തി പ്രാപിക്കണം. Amen. Amen. കാരണം നിങ്ങളുടെ ക്യാരക്ടറിനെ ചേഞ്ച് ചെയ്യാൻ, നിങ്ങളുടെ സ്വഭാവത്തെ മാറ്റാൻ നിങ്ങൾ കണ്ട അത്ഭുതങ്ങൾക്ക് കഴിഞ്ഞില്ല. എന്റെ ചോദ്യം, കാനാവിലെ കല്യാണ വീട്ടിലെ പച്ചവെള്ളം വീഞ്ഞായത് പത്രോസിന്റെ സ്വഭാവത്തെ മാറ്റിയോ? Any changes? No changes. 5 അപ്പവും 2 മീനും വർദ്ധിച്ചതും വിളമ്പിയതും അവരുടെ സ്വഭാവത്തെ മാറ്റിയോ? No changes. കടലിന്റെ മേളിൽ നടന്നത് അവരുടെ ക്യാരക്ടറിനെ മാറ്റിയോ? പക്ഷെ യേശു പറഞ്ഞു കാര്യസ്ഥൻ നിങ്ങളുടെ മേൽ വരും, Yes. Amen. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, Amen. സത്യത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വരുമ്പോഴോ Yes. അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. Amen. Praise the Lord. Hallelujah. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ Yes. അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും.
The one touch of Holy Spirit will change everything. Amen. You pray. Children of God, you pray. Yes. My beloved son and daughter, you pray. Yes. You pray. Amen. You pray for your husband, Yes. your wife, Yes. your children, Yes. your friends, Amen. your relatives. Yes. Lord, the Spirit of the Lord, touch my husband, Yes. touch my wife, Yes, touch my Lord. children. Yes, Lord. Fill them, Lord, fill them. Yes. എന്റെ കുഞ്ഞുങ്ങളെ പരിശുദ്ധാത്മാ തൊടണമേ. എന്റെ ഭർത്താവിനെ തൊടണമേ. എന്റെ ഭാര്യയെ സ്പർശിക്കണമേ. എന്റെ കൂട്ടുകാരെ സ്പർശിക്കണമേ. Yes. പരിശുദ്ധാത്മാവരെ തൊടണമേ. ദൈവത്തിന്റെ ആത്മാവിന്റെ സ്പർശനം നിങ്ങളെ രൂപാന്തരപ്പെടുത്തും. Amen. Amen. സത്യത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വന്നാൽ Yes. സത്യം എന്തെന്ന് അവൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തും. Amen. ഒരു യാഥാസ്ഥിതിക ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് വേദപുസ്തകത്തിലെ യാതൊരു കാര്യങ്ങളും, സ്നാനം എന്താണ്, രക്ഷ എന്താണ്, പരിശുദ്ധാത്മാവ് എന്താണ്, അഭിഷേകം എന്താണ്, മാനസാന്തരം എന്താണ്, തിരുമേശ എന്താണ്, കർത്താവിന്റെ മടങ്ങിവരവ് എന്താണ്, വിശുദ്ധ ജീവിതം എന്താ, ഇതിനെക്കുറിച്ച് ഒന്നും ഒരു ബോധ്യങ്ങളും ഇല്ലാത്ത എന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ, Yes. പരിശുദ്ധാത്മാവ് എന്നിൽ വന്നപ്പോൾ Amen. Amen. എന്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ചെങ്കിൽ Thank you, Lord. അതേ പരിശുദ്ധാത്മാവ് നിന്നിൽ വരുമ്പോ, അതേ പരിശുദ്ധാത്മാവ് നിന്റെ തലമുറയിൽ വരുമ്പോ, everything will be changed. Read it, Titus word chapter 3:3-7. തീത്തോസിന്റെ ലേഖനം സൂമിൽ കാണുന്നവർ, യൂട്യൂബിൽ, ഫേസ്ബുക്ക്, ഇൻസൈഡ് ചർച്ച്. ടൈറ്റസ് ചാപ്റ്റർ 3, തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ലിസൺ ടു മീ. മുമ്പേ നാമും ബുദ്ധികെട്ടവരും അനുസരണം ഇല്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദേഷ്യതരും അന്യോന്യം പകയ്ക്കുന്നവരുമായിരുന്നുവല്ലോ. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ല തന്റെ കരുണാപ്രകാരം അത്രേ രക്ഷിച്ചത്. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. ലിസൺ. മുൻപേ നമ്മളും ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടന്നവരും നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയുള്ളവരും അസൂയയിൽ ജീവിച്ചവരും ദേഷ്യതരും അന്യോന്യം പകയ്ക്കുന്നവരും ഒക്കെ ആയിരുന്നു. എത്ര പേര് സമ്മതിക്കും? ഓക്കെ. എന്നാൽ 7-ാമത്തെ വാക്യം പറയുന്നു, നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു മൂലം നമ്മുടെ മേൽ, കണ്ടോ, അവിടെയും കണ്ടോ, നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ട്. ഒരു ഉണർവുണ്ടാകണമെങ്കിൽ, ഒരു നവീകരണം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ മേൽ ധാരാളമായി പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടണം. Amen. Amen. നിങ്ങളുടെ മേൽ വെളിപ്പെടുന്ന പരിശുദ്ധാത്മാവിനാൽ നവീകരണങ്ങൾ സംഭവിക്കും. ഇതുകൊണ്ട് ഇന്നത്തെ ഈ സെഷനിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തിയല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തിയാണ്. ഈസ് എ പേഴ്സൺ. Amen. പിതാവായ ദൈവം ദൈവമായിരിക്കുന്നത് പോലെ, പുത്രനായ ക്രിസ്തു ദൈവമായിരിക്കുന്നത് പോലെ, പരിശുദ്ധാത്മാവും ദൈവമാണ്. അപ്പോൾ എൻ്റെ അടുക്കൽ ഇരിക്കുന്ന പാസ്റ്റർ ജിജി മോഹനെ, പാസ്റ്റർ പ്രതാപിനെ, പാസ്റ്റർ അരുണിനെ, എൻ്റെ കൂട്ടു സഹോദരങ്ങൾ, എൻ്റെ മുമ്പിലിരിക്കുന്നവരെ എനിക്ക് കാണാൻ കഴിയുന്നത് പോലെ തന്നെ രൂപമുള്ള, ഭാവമുള്ള, ഇമോഷൻസ് ഉള്ള, സംസാരിക്കുന്ന വ്യക്തിത്വമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഈക്വൽ ഇമ്പോർട്ടൻസ്. പിതാവായ ദൈവം ദൈവമായിരിക്കുന്ന പോലെ, പുത്രനായ ക്രിസ്തു ദൈവമായിരിക്കുന്നത് പോലെ, പരിശുദ്ധാത്മാവ് ദൈവമാണ്. അതുകൊണ്ടാണ് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ
ഈക്വൽ ഇമ്പോർട്ടൻസ് Yes. പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. കാരണം ദൈവം ആത്മാവാണ്. Amen. ലിസൺ ടു മീ. എൻ്റെ അടുക്കൽ വളരെ സിൻസിയറായി ഒരു മകൻ എന്നോട് ഒരു യൂത്ത് ക്യാമ്പിൽ ക്യാമ്പ് സൈറ്റിൽ ഉച്ചയ്ക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ അടുക്കൽ വന്നിരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ടിനു പാസ്റ്ററെ, യേശു കർത്താവ് ജീവിച്ചിരുന്ന കാലത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര ഭാഗ്യമായിരുന്നു. ഞാൻ ചോദിച്ചു, തന്നെ അങ്ങനെ ചിന്തിച്ചേ? അല്ല, നമുക്കെല്ലാം നേരിട്ട് കാണാമായിരുന്നു, യേശുവിനെ നേരിട്ട് കാണാമായിരുന്നു, യേശു ചെയ്യുന്ന പ്രവൃത്തികൾ കാണാമായിരുന്നു, യേശുവിനോട് മിണ്ടാമായിരുന്നു, യേശു നമ്മളോട് മിണ്ടിയനെ. അവൻ്റെ കുഞ്ഞു മനസ്സിൽ അവൻ ഇമാജിൻ ചെയ്താണ്. ഞാൻ പറഞ്ഞു, യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ യേശുവിന് ഒത്തിരി ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഈ ഭൂമിയിൽ ഒരു അൺലിമിറ്റഡ് ജീസസ് ഉണ്ട്. Amen. 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 ഇന്ന് ഈ ഭൂമിയിൽ ഒരു അൺലിമിറ്റഡ് ജീസസ് ഉണ്ട്. Amen. That is His Spirit. Amen. That is Holy Spirit. Amen. Holy Spirit is Jesus unlimited. Amen. 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 Yes. പരിധികളില്ലാത്ത ക്രിസ്തു. Amen. Yeah. Amen. യേശു കർത്താവിനെ ലാസർ ദീനമായി കിടക്കുമ്പോൾ യേശുവിനെ വീട്ടിൽ വിളിക്കുന്നു. യേശു ആ വീട്ടിൽ പോയില്ല എന്നുള്ള കാരണം കൊണ്ട് ലാസർ മരിച്ചു. യേശു ആ വീട്ടിൽ ചെന്നു എന്ന കാരണം കൊണ്ട് ലാസർ ഉയർത്തു. Yes. Amen. കാരണം യേശുവിന് ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ, ചെന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മരണം സംഭവിക്കുന്നു. യേശു ചെന്ന് കഴിഞ്ഞാൽ മരിച്ചതാണെങ്കിലും ഉയർക്കുന്നു. Hallelujah. യേശു കബർന്നഹോമിൽ നിൽക്കുമ്പോൾ കബർന്നഹോമിൽ മാത്രം ജനം കൂടുന്നു, വിടുതൽ നടക്കുന്നു. Yes. നയീനിൽ ഒന്നും സംഭവിക്കുന്നില്ല. Yes. യേശു നയീനിൽ നിൽക്കുമ്പോൾ ബഥാനിയിൽ ഒന്നും സംഭവിക്കുന്നില്ല. Yes. യേശു എവിടെ വരുന്നു അവിടെ മാത്രം ആള് കൂടുന്നു, അവിടെ ഡെലിവറൻസ് നടക്കുന്നു. But now, Yes. Amen. but Amen. today, Hallelujah. His presence is everywhere. Yes. His power is everywhere. Yes. Hallelujah. Amen. Hallelujah. Yes. Yes. ഇന്ന് ഇവിടെ ഈ ചർച്ചിനകത്ത്, ഇന്ന് ഈ മീറ്റിംഗിൽ നിങ്ങൾ ദൈവ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ, സൗഖ്യം നടക്കുമ്പോൾ തന്നെ ആഫ്രിക്കയിൽ ഇപ്പോൾ എവിടേക്കോ നടക്കുന്ന മീറ്റിങ്ങുകളിൽ അനേകം സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. അമേരിക്കയിൽ ഇപ്പോൾ നടക്കുന്ന ശുശ്രൂഷകളിൽ പലരും വിടുതൽ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. His presence is everywhere because now the Holy Spirit is moving. He's an omnipotent. Amen. Amen. Thank you, Jesus. Thank you, Lord Jesus. Thank you, Holy Spirit. Thank you, Jesus. Thank you, Holy Spirit. Thank you, Jesus. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ഭൂമിയിലുണ്ട്. എല്ലാവരും പറഞ്ഞ്, പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് ഇന്ന് ഇന്ന് ഈ ഭൂമിയിലുണ്ട്. ഈ ഭൂമിയിലുണ്ട്. 2023 വർഷങ്ങൾക്ക് മുൻപ് യേശു ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ Yes, yes, yes. ഇന്ന് അവന്റെ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലുണ്ട്. ദേ നിങ്ങളുടെ ആ മുറിയിലുണ്ട്, നിങ്ങളുടെ ശ്വാസത്തിന് തൊട്ടരികിലുണ്ട്, അവൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്. Yes. Believe it. Rasha baba 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 la katala mama. അപ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ക്ഷണിക്കുകയാണെങ്കിൽ, അല്പമായിട്ടല്ല വരുന്നത്. പരിശുദ്ധാത്മാവിന് ഒരു വ്യക്തിത്വമുള്ളത് കൊണ്ട്. ഇപ്പോൾ പാസ്റ്റർ അരുണിനോട് ഞാൻ മുന്നിലേക്ക് വരാൻ പറഞ്ഞാൽ, അരുൺ പാസ്റ്ററിന്റെ കൈ മാത്രമല്ല എൻ്റെ അടുത്ത് വരുന്നത്, കാല് മാത്രമല്ല. Yes. പാസ്റ്ററിനൊരു വ്യക്തിത്വം ഉള്ളത് കൊണ്ടും, പാസ്റ്ററിനൊരു ആളത്വമുള്ളത് കൊണ്ടും, പാസ്റ്ററെ ഞാൻ വിളിച്ചാൽ, അരുൺ പാസ്റ്ററെ എന്ന് ഞാൻ വിളിച്ചാൽ, പൂർണ്ണ ശരീരത്തോടെ, പൂർണ്ണ ആരോഗ്യത്തോടെ, മുഴുവനായി, ശക്തിയോടെ, കംപ്ലീറ്റ് ആയി എൻ്റെ അടുത്ത് വരും. Amen. Yes. കൈ അവിടെ വെച്ചിട്ടല്ല വരുന്നത്. പരിശുദ്ധാത്മാവ് ദൈവമാണ്. പരിശുദ്ധാത്മാവിനൊരു വ്യക്തിത്വമുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ 14:16 യേശു പറഞ്ഞത്,
എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. Amen. Can you please let us say, I receive. നിങ്ങൾക്ക് തരും, Amen. നിങ്ങൾക്ക് തരും. Amen. യോഹന്നാൻ 15:26 പറയുന്നു, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് അയപ്പാനുള്ള കാര്യസ്ഥനായ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ, ഈ അവൻ എന്ന പദം നിങ്ങൾ കണ്ടോ? ഹീ ഹല്ലേലൂയ. Hallelujah. അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധ്യം തരും. Amen. അവൻ സാക്ഷ്യം പറയും. ഹല്ലേലൂയ. ആമേൻ. ജോൺ 16:13 സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ, ഈ അവിടെ എല്ലാം അവൻ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യോഹന്നാൻ 16:13 വാക്യം. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ Yeah. അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. He will guide you. If he shall not speak, look at that word, and he will show you things to come. He Amen. avan. Yes. Thank you, Holy Spirit. Hallelujah. യെശയ്യാവിന്റെ പ്രവചന പുസ്തകത്തിൽ ഐസയ ചാപ്റ്റർ 63 വേർഡ് 10, യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 63:10 എഴുതിയിട്ടുണ്ട്, എന്നാൽ അവർ മത്സരിച്ച അവന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു, അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു. Are you listening me? Yes. Anyone is Amen. here? Yes. In the Zoom platform or YouTube. അവർ പരിശുദ്ധാത്മാവിനോട് മത്സരിച്ചു, അവൻ അവർക്ക് ശത്രുവായി തീർന്നു. Yes. അപ്പം ഒരു കാറ്റല്ലത് കേവലം, Amen. കേവലം ഒരു പവർ അല്ല, ഇറ്റ്സ് എ പേഴ്സൺ. Amen. Amen. ഹോളി സ്പിരിറ്റ് ഈസ് എ പേഴ്സൺ. Yes. ഇതുകൊണ്ടാണ്, ലിസൺ ടു മീ, ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിനോട് കൂടെ നടന്നത്. ഏഷ്യയിലേക്ക് പോകാൻ, മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ പോകാൻ അപ്പോസ്തലന്മാർ തയ്യാറാകുമ്പോൾ ബൈബിൾ പറയുന്നു ആസിയയിലേക്ക്, ആസിയ എന്ന് പറഞ്ഞാൽ ഏഷ്യ, ആസിയയിലേക്ക് പോകരുത് എന്ന് പരിശുദ്ധാത്മാവ് അവരെ വിലക്കി. Yes. പരിശുദ്ധാത്മാവ് അവരെ വിലക്കി. Yes. ഞാൻ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അയ്യോ അങ്ങോട്ട് പോവല്ലേ എന്ന് എൻ്റെ അമ്മ പറയുന്ന പോലെ, അല്ലെ എൻ്റെ അപ്പൻ പറയുന്ന പോലെ, അല്ലെ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ എന്നോട് പറയുന്നത് പോലെ വിലക്കുന്നു. അങ്ങോട്ട് പോകണ്ട, സംസാരിക്കുന്നു, മിണ്ടുന്നു. Yes. 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 Amen. Come on. Holy Spirit. Yes. ദൈവം ഉപയോഗിച്ച, ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി അഭിഷിക്തന്മാരുമായി അസോസിയേറ്റ് ചെയ്യാനുള്ള ഭാഗ്യവും അനുഭവവും കർത്താവ് എനിക്ക് തന്നു. ദൈവം അവരെ ലക്ഷോപലക്ഷം ജനങ്ങളുടെ വിടുതലിനായി ഉപയോഗിക്കും. ഒരു പരിധി വിട്ട് ദൈവം ഉപയോഗിച്ച എല്ലാ ജനറൽസും, എല്ലാ അഭിഷിക്തന്മാരും ഈ പരിശുദ്ധാത്മാവുമായി ആഴമേറിയ അഭേദ്യമായ ഫെലോഷിപ്പ് ഉള്ളവരായിരുന്നു. Amen. Yes. Hallelujah. ഞാനും അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. Amen. Amen. ഞാനും അങ്ങനെ നടക്കാൻ കൊതിക്കുന്ന, ശ്രമിക്കുന്ന, പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. Yes. റെയ്നാർഡ് ബോങ്കി, സ്മിത്ത് വിഗിൽസ്വർത്ത്, Yes. ടി.എൽ. ഓസ്ബോൺ,
Many anointed servants. Many anointed servants. Thank you, Holy Spirit. Jesus. Thank you, Holy Spirit. Catherine Kuhlman. Pastor Benny. Pastor Benny രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയും, ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്. Yes. Hallelujah. Good morning, Holy Spirit. That's an intimacy. Amen. അതാണ് പൗലോസ് 2 Corinthians chapter 13 verse 14. 2 Corinthians 13:14. May the grace of the Lord Jesus Christ and love of God and the fellowship of the Holy Spirit be with you all. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. നോർമലി നമ്മൾ ഈ വാക്യം എടുത്തു പറയുന്നത് നമ്മുടെ മീറ്റിങ്ങുകൾ അവസാനിപ്പിക്കാൻ വേണ്ടി. People are very happy to hearing that. May the grace of the Lord Jesus Christ and the love of God and the fellowship of the Holy Spirit be with you all. കർത്താവായ യേശുവിന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ ഉണ്ടായിരിക്കുമാറാകട്ടെ. വീട്ടിപ്പാം ഇത് നിങ്ങൾക്ക് വീട്ടിൽ പോകാൻ വേണ്ടി അപ്പോസ്തലൻ തന്ന വെളിപ്പാടല്ല. വീട്ടിൽ പോകുന്നതിന് മുമ്പ് പറയുന്നതുകൊണ്ട് തെറ്റില്ല. This is a revelation. It's a mystery. Amen. 3 കാര്യം പോൾ ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ സാധാരണ ഇങ്ങനെയാ പറയുന്നത്, പിതാവായ ദൈവത്തിന്റെ സ്നേഹവും യേശുവിന്റെ കൃപയും. It's a wrong. That's a wrong way. അതല്ല അതിന്റെ കറക്റ്റ് വഴി. നിങ്ങൾ എവിടെ എടുത്ത് നോക്കിക്കോ. May the grace of the Lord Jesus Christ, യേശുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. നമ്മൾ സാധാരണ തിരിച്ചാ പറയുന്നത്, ദൈവത്തിന്റെ സ്നേഹവും യേശുവിന്റെ കൃപയും പരിശുദ്ധാത്മാവും. ആദ്യം വരേണ്ടത് യേശുവിന്റെ കൃപയാണ്. Hallelujah. 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 ആ കർത്താവിന്റെ ഗ്രേസ് ആണ്, കർത്താവിന്റെ കൃപയാണ് പിതാവായ ദൈവത്തിന്റെ സ്നേഹവുമായി എന്നെ കണക്ട് ചെയ്തത്. Hallelujah. Hallelujah. ഇത് പൗലോസ് പറയുന്ന കൃത്യമായ റൂട്ടിലാണ്, കൃത്യ വഴിയിലാണ്, കൃത്യ കണക്ഷനിലാണ്. Yes. His grace is my grip. Amen. By the grace of Jesus I am living. Amen. By the grace of Jesus I am preaching. Yes. Amen. Amen. By the grace of Jesus I am enjoying the salvation. Amen. Hallelujah. Hallelujah. Everything Amen. because of His grace. Yes. Hallelujah. His grace is my grip. Amen. എനിക്കൊരിക്കലും ദൈവത്തെ കയറി പിതാവേ എന്ന് വിളിക്കാൻ ഒരു റൈറ്റും ഉള്ള ആളല്ല. Hallelujah. ഇന്നും യഹൂദന്മാർ തന്റെ സ്വന്തം ജനമെന്ന് പറയുന്ന ജൂയിഷ് ആയിട്ടുള്ള ആളുകൾ പോലും അവന്റെ നാമം അധരത്തിൽ എടുക്കാൻ ഭയപ്പെടുന്നു. അവർ ദൈവത്തെ പിതാവെന്ന് വിളിക്കാൻ ഭയപ്പെടുന്നു. ഏലിയാവിന് അത് വിളിക്കാൻ കഴിഞ്ഞില്ല, മോശയ്ക്ക് അത് വിളിക്കാൻ കഴിഞ്ഞില്ല, ഗിദയോൻ അത് വിളിക്കാൻ കഴിഞ്ഞില്ല. അബ്രഹാമും ദൈവത്തെ വിളിച്ചത് അഡോനായി, യജമാനനെ എന്നാണ്. പക്ഷെ യേശു ഈ ഭൂമിയിൽ വന്ന ദ മോഡൽ ഓഫ് പ്രേയർ, പ്രാർത്ഥനയുടെ മാതൃക പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. Hallelujah. സ്വർഗത്തിലെ അപ്പ നമ്മുടെ പിതാവായി മാറുകയാണ്. Amen. Amen. ആ പിതാവിനോടുള്ള സ്നേഹവുമായി എന്നെ കണക്ട് ചെയ്തത് യേശുവിന്റെ കൃപയാണ്. Hallelujah. ഇന്ന് ഈ സർവീസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പന്റെ സ്നേഹമോ, അമ്മയുടെ സ്നേഹമോ, ഭർത്താവിന്റെ സ്നേഹമോ, ഭാര്യയുടെ സ്നേഹമോ, മക്കളുടെ സ്നേഹമോ, മാതാപിതാക്കളുടെ സ്നേഹമോ ലഭിക്കാതെ പോയ ആരെങ്കിലും എന്നെ കാണുന്നെങ്കിൽ, കേൾക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് കിട്ടാതെ പോയ മുഴുവൻ സ്നേഹവും നിങ്ങൾക്ക് നൽകുന്ന നിത്യ സ്നേഹത്താൽ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന നല്ലൊരു സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്കുണ്ട്. Amen. Amen. നിങ്ങളുടെ മതം ചോദിക്കാതെ, നിങ്ങളുടെ ജാതി ചോദിക്കാതെ, നിങ്ങളുടെ
എക്സ്റ്റേണൽ അപ്പിയറൻസ് കണ്ട് ജഡ്ജ് ചെയ്യാതെ നിങ്ങളുടെ ഹൃദയത്തെ മനസ്സിലാക്കുന്ന, നിങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു ഹെവൻലി ഫാദർ, ഒരു സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും. He loves you. He loves you very much. Jesus loves you, my brother. Jesus loves you, my sister. He loves you so much. കർത്താവിന് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. യേശുവിന് നിന്നെ ജീവനാണ്. Hallelujah. Thank you, Holy Spirit. Listen. Read once again that word, 2 Corinthians chapter 13. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. Okay. യേശുവിന്റെ കൃപ, പിതാവായ ദൈവത്തോടുള്ള സ്നേഹവുമായി എന്നെ കണക്ട് ചെയ്തു അല്ലേ? പക്ഷെ മൂന്നാമത്തെ കാര്യം, that is our part. യേശുവിന്റെ കൃപ നിങ്ങൾ സ്വീകരിക്കുവാൻ നിങ്ങളൊന്നും ചെയ്യേണ്ട. യേശു നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ സകലവും ചെയ്തു. സർവശക്തനായ ദൈവം നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണമെന്നില്ല. ഓൾറെഡി അവൻ നിങ്ങളെ സ്നേഹിച്ച് കഴിഞ്ഞു. ഇപ്പോഴും still he loves you. പക്ഷെ മൂന്നാമത്തെ കാര്യം തന്നെ ഉണ്ടാകുന്നതല്ല. that is our part. പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മ. that is our part. That is our part. The communion with the Holy Spirit. The communion means communication. How many people are communicating with the Holy Spirit in your everyday life, day-to-day life? How many people communicated Holy Spirit today morning? Today evening? You can speak to Him. He want to speak to you, something to you, my brother and sister.